അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പാപങ്ങൾ പലപ്പോഴും ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ടായിരിക്കും. പശ്ചാത്താപം വഴി, തൗബ വഴി, ഇസ്തിഗ്ഫാർ വഴി അവർക്ക് അവരുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ സാധിക്കുന്നതാണ്. പാപങ്ങൾ ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായോ ഗൗരവമുള്ളൊരു വിഷയമാണ് പാപങ്ങളോട് നിസ്സാരമായ ഒരു സമീപനം നമ്മൾ വെച്ച് പുലർത്തുക എന്നുള്ളത്, ഒരു ലാഘവ ബുദ്ധിയോടുകൂടി പാപങ്ങളെ സമീപിക്കുക എന്നുള്ളത്. നമുക്ക് കാണാൻ കഴിയും, ബിലാൽ ഇബ്നു സഅദ് റഹിമഹുല്ല പറഞ്ഞതായിക്കൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ കിതാബു സുഹദിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം, ലാ തൻളുറു സിഅറുൽ ഹത്തായ, പാപങ്ങളുടെ നിസ്സാരതയിലേക്ക് നീ നോക്കാൻ പാടില്ല, മറിച്ച് നീ നോക്കേണ്ടത് ഉൻളുറു ഇലാ മൻ അസൈത, നീ ആരെയാണ് ധിക്കരിച്ചത് എന്ന് മാത്രം നീ നോക്കുക എന്നതാണ്. കാരണം ഒരു പാപം അത് ഒരു പക്ഷേ നമുക്ക് നിസ്സാരമായി തോന്നിയേക്കാം. പക്ഷേ ആ നിസ്സാരം എന്ന് നമുക്ക് തോന്നുന്ന ആ പാപം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ധിക്കരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയായിരിക്കും. അതുകൊണ്ട് തന്നെ പാപത്തിൻ്റെ നിസ്സാരതയിലേക്ക് നീ നോക്കരുത്, പാപം ചെയ്യുമ്പോൾ ആരെ ധിക്കരിക്കുന്നു എന്നതിലേക്ക് നീ നോക്കുക എന്ന് അദ്ദേഹം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ രൂപത്തിലുള്ള പാപങ്ങൾ, അത് വൻപാപങ്ങളായാലും ചെറുപാപങ്ങളായാലും, വൻപാപങ്ങൾക്ക് പ്രത്യേകമായ ശിക്ഷ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ചെറുപാപങ്ങളാവട്ടെ കുന്നുകൂടുമ്പോൾ അത് വൻപാപത്തോളം ഗൗരവമേറിയതാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് രണ്ട് രീതിയിലുള്ള പാപങ്ങളെയും ഒരു വിശ്വാസി സൂക്ഷിക്കേണ്ടതാണ്. ഈ പാപങ്ങളെ അകറ്റി നിർത്താനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് പരലോക ചിന്ത മാത്രമാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. അന്ന് ഓരോരുത്തർക്കുമുള്ള പ്രതിഫലങ്ങൾ പൂർണ്ണമായി നൽകപ്പെടുകയും ആരോടും അനീതി കാണിക്കാതിരിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു ദിവസമാണ്. ഈ രൂപത്തിൽ നമ്മൾ പരലോകബോധം കൃത്യമായി ഉറപ്പിച്ചുകൊണ്ട് എല്ലാവിധ പാപങ്ങളിൽ നിന്നും മുക്തമായിരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. അത് അല്ലെങ്കിൽ പലപ്പോഴും പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ നമ്മെ പിടികൂടും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ.